റിസൾട്ടന്റ് ഇൻറ്റു പോസിറ്റീവ് പൊസിഷൻ എന്നാണ് നമ്മൾ സാധാരണ അതിന്റെ ഇക്വേഷൻ പറയുന്നത്. മൊമെന്റ് ഈക്വൽ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരാം, ഫൈൻഡ് ദ റിസൾട്ടന്റ് ആൻഡ് പൊസിഷൻ ഓഫ് ദ റിസൾട്ടന്റ് എന്ന് ക്വസ്റ്റ്യൻ തരും. അപ്പൊ ഫൈൻഡ് ദ റിസൾട്ട് ആൻഡ് പൊസിഷൻ ഓഫ് ദ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 5 ന്യൂട്ടൺ, ഒരു 6 ന്യൂട്ടൺ, 8 ന്യൂട്ടൺ ആൻഡ് 10 ന്യൂട്ടൺ, 4 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇതില് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ ആക്ച്വലി ഉള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഈസ് ഈക്വൽ ടു റിസൾട്ടന്റ് ഇൻറ്റു പൊസിഷൻ ആണ്. അപ്പം ഇതില് റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ എങ്ങനെയാണ്, ഇതിനെല്ലാം കൂടെ കൂട്ടുക. +5, ഇത് -6, +8, +10, മുകളിലോട്ട് പോകുന്നത് പ്ലസും താഴോട്ട് പോകുന്ന മൈനസും. അപ്പൊ അത് നമുക്ക് എത്ര റിസൾട്ടന്റ് കിട്ടി 17 ന്യൂട്ടൺ. ഇനി അടുത്ത മൊമെന്റ് അബൌട്ട് എ, രണ്ടാമത്തെ സെക്ഷൻ മൊമെന്റ് അബൌട്ട് എ കണ്ടുപിടി. മൊമെന്റ് അബൌട്ട് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്, -6 ഇൻറ്റു എത്രയാണ് 2, അടുത്ത +8 ഇൻറ്റു 5, അടുത്ത +10 ഇൻറ്റു 5, 5 + 2 എത്ര 7. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് മൊമെന്റ് കിട്ടി. ഓക്കെ, അതായത് മൊമെന്റ് ഈസ് ഈക്വൽ ടു, മൊമെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ കിട്ടിയത് 98 ഈസ് ഈക്വൽ ടു റിസൾട്ടന്റ് എത്ര കിട്ടി 17 ഇൻറ്റു പൊസിഷൻ എക്സ്. അപ്പൊ 98 ഈസ് ഈക്വൽ ടു 17x കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടി 5.76. അതായത് റിസൾട്ടന്റ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 5 ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഡിസ്റ്റൻസ് കണ്ട ഈ 5.76 മീറ്റർ, അതായത് ഇവിടെ നിന്നിട്ട് ഈ പോയിന്റ് എയിൽ നിന്ന് 5.76 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഏത് പോസിറ്റീവ് അല്ലെ 17 പോസിറ്റീവ് ആയിട്ട് മുകളിലോട്ട് 17 ന്യൂട്ടൺ ഇങ്ങനെ ആക്കാം. ഇങ്ങനെയാണ് റിസൾട്ടന്റ് നമ്മൾ മാർക്ക് ചെയ്യണത്. സാറേ പിന്നെ ഈ 5 ന്യൂട്ടൺ അവിടെ അപ്പം